അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പക്ഷേ വിവേകിന് ഈ കാര്യം അറിയില്ല. അദ്ദേഹത്തിന് വിവേകം ഉണ്ടായത് തന്നെ ഈ സമീപകാലത്താണ്. അതുകൊണ്ടാണ് ഗുരുവായൂർ വരെ പോയിക്കളയാന്ന് വിചാരിച്ചത്. ഏതായാലും പുള്ളി പോയി തൊഴുതു തിരിച്ചു വന്നു. അതിൽ തെറ്റൊന്നുമില്ല. സഖാക്കൾ തന്നെ എത്രയോ പേര് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിരിക്കും ഇല്ലേ. KR ഗൗരിയമ്മ വലിയ വിപ്ലവകാരിയായിരുന്നില്ലേ. ഗൗരിയമ്മയെ CPM നിന്ന് പുറത്താക്കിയിട്ട് അവരാദ്യം ചെയ്തതെന്താണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി എന്ന് മാത്രമല്ല, ഞാനൊരു കൃഷ്ണഭക്തയാണ്, ഇപ്പോഴും ഭക്തയാണ്, ഇനിയും ഭക്തയായിരിക്കും. ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് വളരെ പല സൽഗുണങ്ങളുമുള്ള ഒരു ദൈവമാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ് എന്ന് മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഗൗരിയമ്മ പറഞ്ഞു. പിന്നീടും അവർ അമ്പലപ്പുഴ ക്ഷേത്രത്തിലൊക്കെ പല വഴിപാടുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഒരു തെറ്റുമില്ല. പോട്ടെ, ഗൗരിയമ്മ പിന്നെ പഴയ തലമുറയിൽപ്പെട്ട ഓൾഡ് ജൻ വിപ്ലവകാരിയായിരുന്നല്ലോ. നമ്മുടെ ന്യൂ ജൻ വിപ്ലവകാരി കന്നയ്യകുമാറിനെ അറിയില്ലേ? കത്തിച്ചാൽ കത്തുന്ന വിപ്ലവകാരിയായിരുന്നു. ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ആസാദി മുദ്രാവാക്യം മുഴക്കി പ്രസിദ്ധനായ ആൾ.